1993 വരെ ഇവിടെ പൂജകൾ നടന്നിരുന്നുവെന്ന ഹൈന്ദവ വിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചു. പൂജ നടത്തുന്ന പ്രദേശത്തെ വേലികെട്ടി തിരിക്കാനും ജഡ്ജി GK വിശ്വേശ്വര ഉത്തരവിട്ടു. ഇവിടുത്തെ പൂജാരിയായിരുന്ന സോംനാഥ് വ്യാസിന്റെ നേതൃത്വത്തിലാണ് പൂജകൾ നടന്നിരുന്നതെന്ന് ഹൈന്ദവ വിഭാഗം വാദിച്ചു. 93-ൽ മുലായം സിംഗ് സർക്കാരിന്റെ കാലത്താണ് പൂജകൾ വിലക്കിയത്. റിസീവർ ഭരണത്തിന് കീഴിലുള്ള ഈ പ്രദേശം ഹൈന്ദവ വിഭാഗത്തിന് കൈമാറാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കാശി വിശ്വനാഥ ട്രസ്റ്റ് ബോർഡിനാണ് ഇവിടെ പൂജകൾ നടത്താൻ അനുമതി കൊടുത്തത്. മസ്ജിദിൽ ശിവലിംഗം കണ്ടെത്തിയതായി പറയുന്ന പ്രദേശം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇപ്പോൾ ഇലക്ഷൻ സമയമാണ്. ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി വോട്ടർമാരെ പിടിക്കാനുള്ള ഒരു തന്ത്രവുമാണ്. അതുപോലെ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു സമുദായത്തെ ഇഷ്ടപ്പെടുത്തുന്ന, അവർക്ക് സന്തോഷമാകുന്ന രീതിയിലുള്ള ഒരു പുറപ്പാടാണ്. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഒരുപാട് പള്ളികളെ പിടിക്കുക, അവിടെ പൂജ നടത്താം. അതുപോലെ താജ്മഹലിൻ്റെ കാര്യം, ഇത് അവസാനിക്കുന്നത് അല്ല എന്ന് നമ്മൾ ബാബരി മസ്ജിദ് തകർത്ത് അവിടെ പണിഞ്ഞതായിരിക്കുന്ന രാമക്ഷേത്രം, അതിൻ്റെ ഉദ്ഘാടനം, ഇതെല്ലാം കണ്ട് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇത് 1 കൊണ്ട് അവസാനിക്കുന്നതല്ല, 2 കൊണ്ട് അവസാനിക്കുന്നതല്ല, 3 കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതിനൊരു അവസാനവും ഉണ്ടാവുകയുമില്ല. ഇത് വെറും അധികാരത്തിന് വേണ്ടി മാത്രമാണ്. അവർക്ക് പൂജ നടത്താൻ പള്ളിയുടെ പരിസരം വേണമെന്നും ഒന്നുമില്ല. അവർക്ക് പൂജ എവിടെ വേണമെങ്കിലും നടത്താം. അതല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം അധികാരമാണ്. അധികാരം കയ്യിൽ നിന്ന് തെറ്റിപ്പോകുമെന്നുള്ള ഒരു ഭയം കൊണ്ട് കഴിവിൻ്റെ പരമാവധി വോട്ടർമാരെ പിടിച്ചു വെക്കുക, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ നേതാവ്, ബിസിനസ് നേതാവ് യൂസുഫ് അലി ഉണ്ടല്ലോ, അദ്ദേഹം നേരിട്ട് മോദിയെ കാണാൻ കഴിവുള്ള ആളാണ്. മുമ്പ് പോയിരുന്നു, അത് കാണുക. ലുലു ഗ്രൂപ്പ് ഉടമ MA യൂസഫ് അലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ജമ്മു കശ്മീരിലെ ശ്രീനഗറിലും ഗുജറാത്തിലെ അഹമ്മദാബാദിലും ലുലു ഗ്രൂപ്പ് ആരംഭിക്കുന്ന ഷോപ്പിംഗ് മാൾ പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി യൂസഫ് അലി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ ലുലു ഗ്രൂപ്പിന്റെ ഭാവി പദ്ധതികളെപ്പറ്റിയും അദ്ദേഹം വിശദീകരിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കശ്മീരിൽ നിന്നും കൂടുതൽ കാർഷികോൽപ്പന്നങ്ങൾ സംഭരിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പദ്ധതിയെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. കണ്ടല്ലോ സഹോദരന്മാരെ, അദ്ദേഹം ബിസിനസ്സിൻ്റെ കാര്യം സമ്പാദിക്കാനും ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാനുമാണ് മോദിയെ കണ്ടത്. അതുപോലെ യൂസുഫ് അലിക്ക് എവിടെ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും സംസാരിക്കാം. അതുപോലെയുള്ള ഒരു നേതൃത്വമാണ്, ഒരു ലീഡർഷിപ്പാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ബിസിനസ്സിൻ്റെ തലപ്പോനാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിലും നമ്മുടെ ദീന്, നമ്മുടെ പള്ളി, നമുക്ക് സമാധാനം, അതിനെ സംസാരിക്കാനും ഇദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാൻഡ് മുഫ്തി AP ഉസ്താദ് കാന്തപുരം AP ഉസ്താദ് സമീപിച്ചിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. ഇവിടെ സർവ്വമതങ്ങൾക്കും സമാധാനത്തിന് വേണ്ടി, സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി മോദിയെ കണ്ടിരുന്നു. അതും കാണുക സഹോദരന്മാരെ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ 40 പേരടങ്ങുന്ന മുസ്ലിം പണ്ഡിത സംഘം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചിരുന്നു. രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തണമെന്ന് മോദിയോട് ഉണർത്താനായിരുന്നു സന്ദർശനമെന്ന് കാന്തപുരം പറഞ്ഞു. ചരിത്രമടക്കം വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നിർത്തണമെന്നും അഭ്യർത്ഥിച്ചു. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ മതങ്ങൾക്കും, മുഴുവൻ ജാതി മതങ്ങൾക്കും വളരാനും വികസിക്കാനുമുള്ള മുൻ സ്വാതന്ത്ര്യവും മുൻ കഴിവും ഇവിടെ നിലനിർത്തണം എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അറബിക് സർവകലാശാലയ്ക്കെതിരെ ചില ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കങ്ങൾ അപലപനീയമാണെന്നും കാന്തപുരം പറഞ്ഞു. അറബിക് സർവകലാശാല യാഥാർത്ഥ്യമാക്കുന്നതിൽ MLA-മാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു. ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചും പിന്നോക്ക സമുദായത്തെ സംബന്ധിച്ചുമുള്ള വിഷയങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അവിടെയെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തെ നോക്കിക്കൊണ്ടല്ല
ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളെ നോക്കിക്കൊണ്ടാണ്. കോഴിക്കോട് മർക്കസിൽ സംഘടിപ്പിച്ച സാഹിത്യോത്സവ് സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കാന്തപുരം. മീഡിയ 1 കോഴിക്കോട്. ഇതാണ് ഇദ്ദേഹം ചെയ്തത്. ബഹുമാനപ്പെട്ട AP ഉസ്താദ് ചെയ്തത് അന്നത്തെ കാലത്ത് നല്ല ഒരു കാര്യമാണ്, ചെയ്യേണ്ടതാണ്. അത്ര നേതൃത്വം അദ്ദേഹത്തിനുണ്ട്. അത്ര അവിടെ മോദിയെ സംസാരിക്കാനും സമീപിക്കാനുള്ള എല്ലാ അധികാരവും എല്ലാ ഒരു ചുറ്റുപാടും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹം പോയത്. ഇപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് കഴിയുന്നില്ല, ആരോഗ്യ പ്രശ്നമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആരെങ്കിലും അത് ഒരു പ്രതിനിധിയായി അയച്ചിട്ടെങ്കിലും അവിടെ പ്രധാനമന്ത്രിയെ കണ്ട് നമ്മുടെ കാര്യം സർവ്വമതത്തിലുള്ള വിശ്വാസികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് സമാധാനത്തോട് ജീവിക്കാൻ വേണ്ടി, നമുക്ക് അധികാരമല്ല പ്രശ്നം, നമുക്ക് അധികാരം ആവശ്യമില്ല. നമ്മൾ വോട്ടിട്ട് വേറൊരു പാർട്ടിയെ വരുത്തിയാലും അവർ നമ്മളെ കൂടെ ഒരുപാട് കാലം നിൽക്കുകയില്ല. അവരും തന്നെ രാഷ്ട്രീയം ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ബാബറി മസ്ജിദ് പൊളിക്കുന്ന അവസരത്തിലുണ്ടായതും അത് കോൺഗ്രസ്സാണ്, അതും മനസ്സിലാക്കണം. അതുപോലെ ഇവിടെ കർണാടകത്തിൽ ഒരുപാട് ദേവേഗൗഡ പ്രധാനമന്ത്രി പോലും ആയത് മുസ്ലിമിൻ്റെ പിന്തുണ, മുസ്ലിമിൻ്റെ വോട്ട് കൊണ്ടാണ് എന്ന് പോലും മനസ്സിലാക്കണം. അദ്ദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? BJPയിലാണ്. BJPക്ക് സപ്പോർട്ട് ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉള്ളതാണ്, ലയിച്ചതാണ് BJPയോട്. അതുകൊണ്ട് ആരെയും നമ്മൾ രാഷ്ട്രീയക്കാരെ നമ്മൾ സംരക്ഷിക്കാൻ പോയാൽ നമ്മുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. ഇവർക്ക് അധികാരം മാത്രമാണ്. ഇവർക്ക് അധികാരം മുറച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നമ്മുടെ അബ്ദുള്ള കുട്ടി ഉണ്ടല്ലോ, കേരളത്തിലെ അബ്ദുള്ള കുട്ടി BJPയിലേക്ക് ചേർന്നതും അതും ഒന്ന് കാണുക സഹോദരന്മാരെ. എല്ലാവർക്കും നമസ്കാരം. PM मोदी की तारीफ करने पर पहले CPI और फिर कांग्रेस से निकाले गए केरल के नेता अब्दुल्ला कुट्टी को BJP ने राष्ट्रीय उपाध्यक्ष बनाया है। पिछले साल ही अब्दुल्ला ने BJP की सदस्यता ली है। BJP ने अब्दुल्ला कुट्टी को केंद्रीय टीम में जगह देकर अल्पसंख्यकों को भी लुभाने की कोशिश। ബഹുമാനമുള്ളവരെ, ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റിൽ നിന്ന് കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ നിന്ന് അവിടെയും നിലനിൽക്കാതെ BJPയിലേക്കാണ് പോയത്. ഇദ്ദേഹം ഒരു രാഷ്ട്രീയം ചെയ്യാൻ വേണ്ടി മാത്രമാണ് പോയത്. സമുദായത്തിന് വേണ്ടിയോ സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരു കഴിവുമില്ല. ഇതുപോലെയുള്ള ആൾക്കാർ അല്ല എന്നാണ് നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാർ നമുക്കും ആവശ്യമില്ല, BJPക്കും ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. BJPയിൽ ഒരൊറ്റ അക്ഷരം പോലും സമുദായത്തെ പറ്റി ഇവർക്ക് സംസാരിക്കാൻ കഴിവില്ല. ആ കഴിവ് അവർ ഇവരുടെ സംസാരം കേൾക്കാനും അതിലുള്ള അവസരം ഒരു നേതൃത്വം കൊടുക്കുന്നില്ല. ആ പാർട്ടിയുടെ നേതൃത്വം ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരവും കൊടുക്കുന്നില്ല. സംസാരിക്കാനും ഇവരെ കൊണ്ട് ആവുകയുമില്ല. പിന്നെ ആരാണ് ഇവർക്ക് വേണ്ടത്? നമ്മളെ പോലെയുള്ള വോട്ടർമാരാണ് വേണ്ടത്. നമ്മളെ പോലെയുള്ള വോട്ടർമാരാണ് വേണ്ടത്. നമ്മൾ പോയി വോട്ട് ആർക്കെങ്കിലും ഇട്ട് മോദി വേണ്ട പറഞ്ഞ് മറ്റേ പാർട്ടിയിലേക്ക് ഇടും. മറ്റേ പാർട്ടികളിലേക്ക് ഇട്ടാലോ അവർ നമ്മളെ സംരക്ഷിക്കാൻ വരുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഇവരുടെ ഐക്യം എല്ലാം തകർന്ന് ഇന്ത്യ എന്നുണ്ടാക്കിയത് ഓരോന്ന് പിളർപ്പായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ എന്ത് വേണമെന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെയുള്ള ബഹുമാനപ്പെട്ട AP ഉസ്താദ് അതുപോലെയുള്ള നേതാക്കൾ പോയി ഒരു ശാന്തിയും സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരം നമുക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രിയെ കാണണം, കണ്ട് സംസാരിക്കണം. ഇവിടെ സമാധാനമാണ് വേണ്ടത്. ആ പള്ളി പരിസരത്തുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കണം, എത്ര ബുദ്ധിമുട്ടിലാണ് അവർ ജീവിക്കുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ കാര്യം കണക്കിലെടുത്തും കൊണ്ട് മതനേതാക്കൾ ഉണരണം. ഉണർന്നിത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്താലാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്, അത് ചെയ്യാൻ നമ്മൾ സ്വാതന്ത്ര്യരാണ്. നമ്മളെ ആരും കെട്ടിപ്പിടിച്ചിട്ടില്ല. നമുക്ക് ഫുൾ സ്വാതന്ത്ര്യമുണ്ട് എന്ത് ചെയ്യാനും. അതുകൊണ്ട് നമ്മുടെ സമാധാനം ഏത് രീതിയിലാണ്, എന്ത് ചെയ്താലാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്, ശാന്തി കിട്ടുന്നതാണ്. നമ്മുടെ പള്ളിയിൽ പോയി നല്ല രീതിയിൽ നമസ്കരിക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്നത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കണം. ഇനിയും സമയമുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.